ഹലോ, വെൽക്കം ടു മൈ ചാനൽ. എല്ലാവർക്കും ഈദ് മുബാറക്. അപ്പോൾ നമുക്ക് ഈദ് സ്പെഷ്യലായിട്ട് ഇന്നൊരു സ്വീറ്റ് ചെയ്താലോ. അത് നമുക്ക് സ്വീറ്റ് എന്ന് വെച്ചാൽ ഞാനൊരു കേക്കാണ് ചെയ്യാൻ പോണത്. അറബിക് കേക്കാണ്, ബസ്ബൂസ കേക്ക് എന്നാണ് ഇതിനെ പറയുക. അപ്പോൾ ഇത് നമ്മൾ ക്രീമൊന്നും വെച്ചിട്ടുള്ളൊരു കേക്കല്ല, നമ്മൾ സാധാ വീട്ടിൽ തന്നെ ഉള്ള ഇൻഗ്രീഡിയൻസൊക്കെ വെച്ച് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഞാനിപ്പോൾ ഇത് ഓവനിലാണ് ചെയ്യണത്. കുറച്ച് അധികം അളവിൽ ചെയ്യുന്നതുകൊണ്ട് ഞാനിത് ഓവനിലാണ് ചെയ്യണത്. അത് നമുക്ക് കേക്കൊക്കെ ബേക്ക് ചെയ്യണ പോലെ തന്നെ ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചിട്ട് ബേക്ക് ചെയ്യുക. കേക്കിൻ്റെ പോലെയല്ല, ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് 1 മണിക്കൂർ ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്ക്. നല്ല ടേസ്റ്റാണ്. പിന്നെ ഉള്ളിൽ നമ്മൾ ഷുഗർ സിറപ്പൊക്കെ ഒഴിച്ച് നന്നായി ഇങ്ങനെ സോഫ്റ്റാക്കി എടുക്കും. നല്ല ടേസ്റ്റുള്ളൊരു കേക്കാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അപ്പോൾ ഇതിലേക്ക് ആദ്യം നമുക്ക് 3 മുട്ട എടുത്തിട്ടുണ്ട്. റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട 3 എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ്, നമ്മൾ കേക്കിലേക്കൊക്കെ ചെയ്യണ പോലെ തന്നെ നമ്മൾ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി കുറച്ച് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ഇടുക. 1/2 കപ്പ് പഞ്ചസാര. ഇപ്പോൾ 1/2 കപ്പ് പഞ്ചസാര ഇട്ടാൽ മതി. നമ്മൾ 3 കപ്പ് ഫ്ലോറിൻ്റെ അളവാണ് നമ്മൾ ചെയ്യാൻ പോണത്. അപ്പോൾ 1/2 കപ്പ് പഞ്ചസാര ഇട്ടിട്ട് നന്നായി ഒന്ന് ഇതുപോലെ ബീറ്റ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് 1 കപ്പ് സൺഫ്ലവർ ഓയിൽ വേണം. അത് കുറേശ്ശെ, മുഴുവൻ ആദ്യം ഒഴിക്കേണ്ട, കുറേശ്ശെ ഒഴിച്ചിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുക. ഈ അളവെല്ലാം കറക്റ്റായിട്ട് എടുക്കണം, കാരണം എന്നാൽ മാത്രമേ ഇത് കറക്റ്റ് ആ പാകത്തിൽ ബേക്കായി കിട്ടുള്ളൂ നമുക്ക്. ഇനി നമുക്ക് ഇതിലേക്ക് 1/4 കപ്പ് പാല്, ചൂടാറിയ പാല് 1/4 കപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ 1 കപ്പ് പാല് നമ്മൾ എടുത്ത് വെക്കുക. എന്നിട്ട് ആദ്യം 1/4 കപ്പ് ഒഴിച്ച് കൊടുത്ത് നോക്കുക ബാറ്റർ കറക്റ്റ്. ആദ്യം തന്നെ മുഴുവൻ ഒഴിച്ചാൽ ചിലപ്പോൾ ലൂസായി പോകും. അപ്പോൾ 1/4 കപ്പ് ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഇതിലേക്കുള്ള ഫ്ലോർ മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിലേക്ക് 2 കപ്പ് റവയും 1 കപ്പ് മൈദയാണ് ഞാൻ എടുക്കാൻ പോണത്. 2 കപ്പ് റവ ആദ്യം ഒരുമിച്ച് ഇട്ട് കൊടുക്കുക. ഇത് കുറച്ച് റവ ആദ്യം ഇടുക. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ വേണം. നമ്മൾ ബേക്ക് ചെയ്തെടുക്കണതല്ലേ, സോഡാപ്പൊടി വേണ്ട. 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇടുക. 2 കപ്പ് റവയും, അതും ആദ്യം കുറേശ്ശെ റവ ഇതുപോലെ ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കുക. റവ ആയതുകൊണ്ട് മുഴുവൻ ഇട്ടാൽ അടിയിലൊക്കെ കട്ട പിടിച്ച് എടുക്കും. അതുകൊണ്ട് ആദ്യം 1 കപ്പ് എടുത്തിട്ട് ഇതുപോലെ കുറേശ്ശെ ഇടുക. എന്നിട്ട് 2ാമത്തെ കപ്പ് റവ എടുക്കുക. ഇതുപോലെ കുറേശ്ശെ ഇട്ടിട്ട് മുഴുവനായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ 2 കപ്പ് റവ മുഴുവനും മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് മൈദയും കൂടെ വേണം. അതും ഇതേപോലെ തന്നെ കുറേശ്ശെ ഇട്ടിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാൻ. ഇനിയിപ്പോൾ ഇത്ര അധികം ഞാൻ ഇത്തിരി അധികം അളവിലാണ് ഉണ്ടാക്കുന്നത്. ഇനിയിപ്പോൾ ഇത്ര അധികം അളവ് വേണ്ടാന്നുണ്ടെങ്കിൽ എല്ലാ ഇൻഗ്രീഡിയൻസും ഇതിൻ്റെ പകുതിയായിട്ട് എടുത്താൽ കുറച്ചൊരളവിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ മൈദ മുഴുവൻ മിക്സ് ചെയ്തപ്പോൾ ഈ ബാറ്റർ കുറച്ചൊരു തിക്കായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ 1/4 കപ്പ് പാല് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ പാലും കൂടി ഇതിലേക്ക് ഒഴിക്കുക. അപ്പോൾ മുഴുവനായിട്ടും 1 കപ്പ് പാലും എടുത്തിട്ടുണ്ട്. അപ്പോൾ 1 കപ്പ് പാലും 1 കപ്പ് സൺഫ്ലവർ ഓയിലും ഇതിലേക്ക് കറക്റ്റാണ് ഈ ബാറ്ററിലേക്ക്. കണ്ട ഈ ഒരു കറക്റ്റ് കൺസിസ്റ്റൻസിയാണ് ഇതിൻ്റെ പാകം. ഇനി നമുക്കിത് ഓവനിലാണ് ബേക്ക് ചെയ്യാൻ പോണത്. അപ്പോൾ ഇതുപോലെ ഒരു വലിയ ട്രേ എടുത്തിട്ടുണ്ട്. കുറച്ചധികം അളവുണ്ടല്ലോ. ഈ സമയം നമ്മൾ ഓവൻ 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടാവണം. ഗ്യാസ് സ്റ്റോപ്പിലാണെങ്കിൽ അങ്ങനെ അതും പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കുക. എന്നിട്ട് ഇതുപോലെ ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുള്ള ട്രേയിലേക്ക് ഇതുപോലെ മുഴുവൻ ഒഴിച്ചിട്ട് ഒന്ന് തട്ടി കൊടുത്തതിന് ശേഷം നമുക്കിത് ബേക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഗ്യാസ് സ്റ്റോപ്പിലാണെങ്കിൽ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് 1 മണിക്കൂർ അല്ലെങ്കിൽ 45 മിനിറ്റ് അല്ലെങ്കിൽ 1 മണിക്കൂർ നോക്കണം. അപ്പോൾ ഇത് നമ്മൾ ഓവനിൽ വെക്കുന്ന കാരണം അടിഭാഗം, ഇത് നോൺ സ്റ്റിക്കിൻ്റെ പാനാണ്. അപ്പോൾ അടിഭാഗം കരിയാണ്ടിരിക്കാൻ 3-4 ലെയർ അലുമിനിയം ഫോയിൽ കൊണ്ടൊന്ന് പൊതിഞ്ഞിട്ടാണ് ഈ പാൻ ഞാൻ ഓവനിലേക്ക് വെക്കുന്നത്. അപ്പോൾ ഓവനിലേക്ക് നമുക്ക് വെച്ച് കൊടുക്കുക. ഇങ്ങനെ ഫോയിൽ പേപ്പർ അടിയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അടിഭാഗം കരിയാണ്ട് നല്ല വെള്ള കളറായിട്ട് നമുക്ക് കിട്ടും. ഇനി ഇത് നമുക്ക് 180 ഡിഗ്രിയിൽ 1 മണിക്കൂർ നമുക്ക് ബേക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് നോക്കുക ആയിട്ടില്ല. ഒരു അരമണിക്കൂറും കൂടെ വെച്ച് കൊടുക്കുക. ഇനി നമുക്കിതിൽ ഷുഗർ സിറപ്പ് വേണം. അപ്പോൾ 2 കപ്പ് വെള്ളവും ഇതുപോലെ ഒരു പാൻ വെച്ചിട്ട് 2 കപ്പ് വെള്ളം, അതിലേക്ക് 1 കപ്പ് പഞ്ചസാരയും. കാരണം നേരത്തെ നമ്മൾ 1/2 കപ്പ് പഞ്ചസാര ഇട്ടിട്ടുള്ളൂ. അപ്പോൾ ഇനി 1 കപ്പ് പഞ്ചസാര ഇപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. 2 കപ്പ് വെള്ളം കൂടെ ഇട്ട് ഇതൊന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ അതിലേക്ക് ഒരു ചെറിയൊരു കഷ്ണം ചെറുനാരങ്ങ ഉണ്ടല്ലോ, അതൊന്ന് ഇതിലേക്ക് ഇടണം. അതൊരു നല്ലൊരു ഫ്ലേവർ, അത്
നല്ലൊരു ഫ്ലേവറും ഒരു മണം ഉണ്ടാവും. ഇനിയിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ചെറുനാരങ്ങ നീര് ഒഴിച്ചാലും മതി. നമ്മൾ തോലോട് ഇടുമ്പോൾ നല്ലൊരു മണം ഉണ്ടാവും. ഇത് നന്നായി മിക്സ് ചെയ്തിട്ട് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 10 മിനിറ്റ് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ പഞ്ചസാരയൊക്കെ ഒന്ന് കുറുകി കുറച്ചൊരു കുറിയ പോലെ വരും. അപ്പോൾ 10 മിനിറ്റ് തിളപ്പിച്ചിട്ട് ഇത് നന്നായി ചൂടാറിയതിന് ശേഷം നമ്മളിത് എടുക്കുള്ളൂ. അപ്പോൾ ഇത് ചൂടാറാൻ മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മൾ കേക്ക് എന്തായാലും നോക്കാം. 1 മണിക്കൂറായിട്ടുണ്ട്. അപ്പോൾ 1 മണിക്കൂറായപ്പോൾ നല്ല കറക്റ്റ് മേലൊക്കെ നല്ല കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പുറത്തേക്ക് എടുക്കാം. ഇനി ഈ ചൂട്ടോടെ തന്നെയാണ് നമ്മൾ ഷുഗർ സിറപ്പ് ഇതിലേക്ക് ചൂട്ടോടുള്ള കേക്കിലേക്കാണ് നമ്മൾ ചൂടാറിയ ഷുഗർ സിറപ്പ് ഇപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. കേക്ക് നല്ല ചൂടുണ്ടാവണം. ഷുഗർ സിറപ്പ് ചൂടാറിയതും ആയിരിക്കണം. ഇനി നമുക്ക് ഇതുപോലെ നമ്മൾ ഏത് ഷേപ്പിലാണോ കട്ട് ചെയ്യുന്നത് വെച്ചാൽ അതുപോലെ ആദ്യം ഇതുപോലെ വരഞ്ഞെടുക്കുക. എന്നാലാണ് നമ്മൾ ഷുഗർ സിറപ്പ് ഒഴിക്കുമ്പോൾ ഉള്ളിലേക്ക് നന്നായി ഇറങ്ങുള്ളൂ. ഇത് കട്ട് ചെയ്യുമ്പോൾ കണ്ട ഉൾഭാഗം നല്ല സോഫ്റ്റാണ്. കട്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം ഉള്ളിൽ നല്ല സോഫ്റ്റായിട്ട് ഇരിക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മേലേക്ക് ഷുഗർ സിറപ്പ് മുഴുവനും ആദ്യം ഒഴിക്കേണ്ട, പകുതി ആദ്യം ഒഴിച്ചിട്ട് ഇതൊന്ന് മുഴുവനായിട്ടും ഇതിലേക്ക് ഇറങ്ങിയതിന് ശേഷം രണ്ടാമത് കുറച്ച് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ഭാഗം ഒഴിച്ചു കൊടുത്താൽ മതി. ഇതിൽ നാരങ്ങ എടുത്ത് കളഞ്ഞതിന് ശേഷം നമുക്കിതുപോലെ പകുതി ആദ്യം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ബദാം ഇതുപോലെ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായി. ഇതിൻ്റെ തോലൊക്കെ കളഞ്ഞ് ചെറുതായി നീളത്തിൽ കട്ട് ചെയ്തെടുക്കുക. ഇനി മുഴുവനോടെ നമ്മൾ ബേക്ക് ചെയ്യുന്ന സമയത്ത് വെക്കണമെങ്കിൽ അങ്ങനെയും വെക്കാം. അപ്പോൾ ബാക്കിയുള്ള ഷുഗർ സിറപ്പും കൂടി ഇതിൻ്റെ മേലെ ഒഴിച്ചിട്ട് നന്നായി താഴ്ന്നു പോയതിന് ശേഷം നമുക്കിത് ബദാം ചെറുതാക്കി നീളത്തിൽ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഇതിൻ്റെ മേലെ കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. ബദാം ഒന്നും ഇട്ട് കൊടുത്തില്ലെങ്കിൽ കുഴപ്പമില്ല, വെറുതെ അതൊരു ഡെക്കറേഷന് വേണ്ടി ചെയ്യാനാണെന്ന് മാത്രം. ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇതിൻ്റെ മേലെ എല്ലായിടത്തും ഒന്ന് ഇതുപോലെ ഇട്ട് കൊടുക്കുക. ഇനി ഇതൊരു 2 മണിക്കൂർ നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഫ്രിഡ്ജിൽ വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഏത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം. തണുപ്പിച്ചും കഴിക്കാം, തണുക്കാതെയും കഴിക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇത് 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ട് ഉൾഭാഗമൊക്കെ ഒന്ന് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഇപ്പോൾ ഒരു പീസ് ആദ്യം കട്ട് ചെയ്ത് ഞങ്ങൾ ടേസ്റ്റൊക്കെ നോക്കി, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഉൾഭാഗം ഒന്നും നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ വേണ്ടി ഞാൻ അങ്ങനെ കട്ട് ചെയ്തിട്ട് എടുത്ത് കാണിച്ചു തരാം. ഉൾഭാഗം കണ്ട നല്ല സോഫ്റ്റ്. അടിഭാഗം നമ്മൾ ആ ഫോയിൽ പേപ്പർ വെച്ച കാരണം ഒരു കളർ വ്യത്യാസം വന്നിട്ടില്ല. മേലെ നല്ല ഡാർക്ക് കളറായിട്ട് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്. നമുക്കൊന്ന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് നോക്കാം. കണ്ട ഉള്ളിൽ ഷുഗർ സിറപ്പൊക്കെ ഇറങ്ങി നല്ല ഇങ്ങനെ അലിഞ്ഞു പോകണൊരു പാകമായിട്ട് വന്നിട്ടുണ്ട്. കണ്ട പിന്നെ ഇതിൻ്റെ ഉള്ളിലൊക്കെ കണ്ട നമ്മൾ ഈ ബ്രെഡിൻ്റെയും ബന്നിൻ്റെ ഒക്കെ ഉൾഭാഗം പോലെ നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ ഷുഗർ സിറപ്പും കൂടെ ഒഴിച്ചപ്പോൾ അത് മുഴുവൻ അതിലേക്ക് ഇറങ്ങി മുഴുവനായിട്ട് നന്നായിട്ട് അലിഞ്ഞിട്ടാണ് ഇത് നമുക്ക് കഴിക്കാൻ. നല്ല ടേസ്റ്റാണ്. പിന്നെ എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെടും. ക്രീമൊന്നും ഇല്ലെങ്കിലും നല്ല ഒരു നമ്മൾ നാരങ്ങയൊക്കെ ഇട്ടിട്ടുള്ള കാരണം നല്ലൊരു ഫ്ലേവറും ഉണ്ടാവും, നല്ല ടേസ്റ്റുമാണ്. ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും സ്പെഷ്യൽ എന്തെങ്കിലും ആവശ്യങ്ങൾക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു കേക്കാണ്. അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. താങ്ക് യു.